കാസർഗോഡ് മൊഗ്രാൽ പുത്തൂരിലെ ഹനുമാൻ കോട്ടയിലെ നിധിവേട്ടയ്ക്ക് പിന്നാലെ ഹനുമാൻ കോട്ടയിൽ വൻ തീപിടുത്തം. തെളിവ് നശിപ്പിക്കുവാൻ തീവെച്ചതാണെന്ന ആരോപണം ഉയരുന്നു. ആരിക്കാടിക്കോട്ട തീയിട്ട് നശിപ്പിച്ചിരിക്കുന്നു. വിജയ് കമ്പാറിൻ്റെയും മറ്റു ഗുണ്ട ആളുകളാണെന്നാണ് സംശയം. രക്ഷാന്തരായി വാർത്തയുടെ വിശദാംശങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഒരു പ്രദേശത്തിന്റെ വിവിധ ഇടങ്ങളിലായിട്ടാണ് തീ വ്യാപിച്ച് കിടക്കുന്നത്. എപ്പോഴായിരുന്നു സംഭവം? അധികൃതർ എന്താണ് പറയുന്നത്? കാസർഗോഡ് നിധിവേട്ടയ്ക്ക് പിന്നാലെ കുമ്പള ഹനുമാൻ കോട്ടയിലാണ് ഈ വൻ തീപിടുത്തമുണ്ടായത്. തെളിവ് നശിപ്പിക്കുവാൻ പ്രതികൾ അല്ലെങ്കിൽ മറ്റാരെങ്കിലും തീവെച്ചതാണെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ നിധിവേട്ടയ്ക്ക് എത്തിയ 5 പേരെ ഇന്നലെ കുമ്പള പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പിന്നീട് ഇവരെ ജാമ്യത്തിൽ വിട്ടയക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ ഹനുമാൻ കോട്ടയ്ക്ക് അടുത്തായി തന്നെ ഒരു ഹനുമാൻ അമ്പലവും സ്ഥിതി ചെയ്യുന്നുണ്ട്. അതായത് ഈ കോട്ടയ്ക്കുള്ളിൽ ഒരു ഹനുമാന്റെ അമ്പലം ഉണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇത് ഈ പ്രദേശം സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഈ കോട്ടയ്ക്ക് തീ പിടിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും ഈ സംഭവമായി, അതായത് ഇന്നലെ ഈ ആരിക്കോടി കോട്ടയിൽ ഇത്തരത്തിൽ കിണറിൽ നിധിയുണ്ട് എന്ന് വിശ്വസിച്ച് വന്ന അത്തരത്തിൽ കുഴിയെടുത്ത 5 പേരെ പിടികൂടിയിരുന്നു. മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കം 5 പേരെയാണ് ഈ സംഭവത്തിൽ ഇന്നലെ പോലീസ് പിടികൂടിയത്. ഈ സംഭവത്തിന് പിന്നാലെ ഇതിന്റെ ദുരൂഹത ഏറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇക്കാലത്തും നിധിയുണ്ടെന്ന് വിശ്വസിക്കുകയും അത് കുഴിച്ചെടുക്കുവാൻ എത്തുന്നതും ഒരു സിനിമാ കഥ പോലെയാണ് ഇവിടുത്തെ ആളുകൾക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിലെ ദുരൂഹത നീക്കണമെന്ന ആവശ്യം മുറുകുന്നതിനിടെയാണ് ഇന്ന് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഈ ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസ് ഇവരെ ഇന്നലെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്തതിൽ നിന്ന് 40 ദിവസമായി കോട്ടയെ ചുറ്റിപ്പറ്റി നിധി കുഴിച്ചെടുക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയായിരുന്നു എന്നാണ് ഇവർ പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും പോലീസ് വളരെ ജാഗ്രതയാണുള്ളത്. കാരണം ഈ സംഭവത്തിൽ പ്രതികളായവർക്കെതിരെ വലിയ രീതിയിലുള്ള വർഗീയ പരാമർശങ്ങളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. മാത്രമല്ല ഇതൊരു ഹൈന്ദവ പുരാണ ക്ഷേത്രം കൂടി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഈ പ്രദേശം സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെയാണ് ഇത്തരത്തിൽ നിധിയുണ്ട് എന്ന തരത്തിൽ പ്രചരണം നടക്കുകയും അത്തരത്തിൽ നിധി കുഴിച്ചെടുക്കാനുള്ള ശ്രമം നടക്കുകയും തൊട്ടു പിന്നാലെയായി തീപിടുത്തം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും ഇന്ന് വൈകിട്ട് 6:30യോടെയാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത്. പല ഭാഗങ്ങളിലായി തീ പിടിച്ച് ഈ കോട്ടയ്ക്ക് സമീപം തീ പിടിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ വിശ്വസിച്ചിരുന്നത് ഇത്തരത്തിൽ, അതായത് ഈ പ്രദേശം കാട് മൂടിയ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് തീയിട്ട് നശിപ്പിക്കുന്നത് വഴി ഇത്തരത്തിൽ കാടുകൾ നീക്കം ചെയ്യാൻ ഉള്ള ശ്രമമാണ് എന്നാണ് വിശ്വസിച്ചിരുന്നത്. പിന്നീടാണ് മനസ്സിലായത് ഇത്തരത്തിൽ ആരോ മനഃപൂർവ്വം തീ വെച്ചതാണ് എന്നുള്ള കാര്യം ഇതിലേക്ക് എത്തുന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ സ്ഥിരീകരണം ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇതിന്റെ ബന്ധപ്പെട്ട അധികൃതരോ പോലീസ് ഉദ്യോഗസ്ഥരോ ആരും തന്നെ ഈ തീ വെച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഈ പ്രതികളെ സഹായിക്കുന്ന മറ്റാരെങ്കിലോ ഇത്തരത്തിൽ തെളിവ് നശിപ്പിക്കുന്നതിനായി അല്ലെങ്കിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുന്നതിനായി ഇത്തരത്തിൽ തീ വെച്ചതാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിൽ ചില ദുരൂഹതകൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. എന്തായാലും ഇന്നലെ BNSS 170 വകുപ്പ് പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. അതായത് ഈ വകുപ്പ് പ്രകാരം ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്യണമെന്ന ഉദ്ദേശത്തോടുകൂടി സംശയകരമായ രീതിയിൽ കണ്ടവരെ തടയുന്നതിനുള്ള പോലീസ് അധികാരമാണ്. ഈ അധികാരം ഉപയോഗിച്ചാണ് പോലീസ് ഇന്നലെ ഇവരെ കരുതൽ തടങ്കലിൽ വെക്കുകയും പിന്നീട് ജാമ്യത്തിൽ അയക്കുകയും ചെയ്തത്. ഇന്ന് പുരാവസ്തു വകുപ്പ് അധികൃതർ ഈ സ്ഥലം സന്ദർശിച്ചിരുന്നു. അതിനുശേഷം ഇവർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. FIR ലഭിച്ചെങ്കിൽ മാത്രമേ ഇവർക്ക് എതിരെയുള്ള മറ്റ് കേസുകൾ എന്താണ്, ഇവർക്ക് എതിരെ
ചുമത്തിയിട്ടുള്ള മറ്റു വകുപ്പുകൾ എന്താണ് എന്നതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഇപ്പോൾ ഈ ഭാഗത്ത് കർശനമായ പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. ഈ വാഹന പരിശോധന അടക്കം ശക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിൽ ദുരൂഹതയുണ്ട്. ഈ ദുരൂഹത നീക്കം ചെയ്യണം. ഈ സംശയങ്ങൾക്ക് അതീതമായി ഈ സംഭവത്തിന് പിന്നിലെ വസ്തുത കണ്ടെത്തണമെന്ന ആവശ്യം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് വൃന്ദ. ജോസഫ്, ഈ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണോ? തീ ഇപ്പോൾ 2 യൂണിറ്റ് ഫയർഫോഴ്സുകൾ എത്തിയാണ് ഇപ്പോൾ തീ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തീ നിയന്ത്രണ വിധേയമാണ്. അല്പസമയത്തിനുള്ളിൽ പൂർണ്ണമായും തീ കെടുത്താനാകുമെന്നൊരു പ്രതീക്ഷ കൂടി അധികൃതർ പങ്കുവെക്കുന്നു. മാത്രവുമല്ല, ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ തീ വ്യാപിച്ചിട്ടില്ല എന്നുള്ളതും ആശ്വാസകരമാണ്. ശരി, ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.